നമസ്കാരം. നമ്മളിന്ന് ബൂട്ട്സ്ട്രാപ്പ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ബൂട്ട്സ്ട്രാപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുക. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. എ ബൂട്ട്സ്ട്രാപ്പ് കൂളിംഗ് സിസ്റ്റം ഓഫ് 10 TR കപ്പാസിറ്റി ഈസ് യൂസ്ഡ് ഇൻ അൻ എയറോപ്ലെയിൻ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബൂട്ട്സ്ട്രാപ്പ് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 TR ആണ്. ദ ആംബിയൻറ്റ് എയർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ 20 degrees Celsius ആൻഡ് 0.85. അപ്പോൾ ആംബിയൻ്റ് എയറിൻ്റെ കണ്ടീഷൻസ്, അതായത് ആംബിയൻ്റ് എയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. 0.1 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 degrees Celsius പ്രഷർ എന്ന് പറയുന്നത് 0.85 ബാറുമാണ്. ദ പ്രഷർ ഓഫ് എയർ ഇൻക്രീസസ് ഫ്രം 0.85 ബാർ ടു 1 bar ഡ്യൂ ടു റാമിംഗ് ആക്ഷൻ ഓഫ് എയർ. അപ്പോൾ 0.85 ബാർ എന്ന ആംബിയൻ്റ് കണ്ടീഷനുള്ള എയറിനെ 1 ബാറിലേക്ക് കംപ്രസ് ചെയ്യുന്നു ഡ്യൂ ടു റാമിംഗ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് 1 ബാറാണ്. ദെൻ ദ പ്രഷർ ഓഫ് എയർ ഡിസ്ചാർജ് ഫ്രം ദ മെയിൻ കംപ്രസർ ഈസ് 3 ബാർ. അപ്പോൾ മെയിൻ കംപ്രസർ കംപ്രസ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന എയർ, മെയിൻ കംപ്രസറിലെ എക്സിറ്റ് കണ്ടീഷൻസ് ആണ്. ഐഡിയൽ കേസിൽ 3, ആക്ച്വൽ കേസിൽ 3'. എനിവേ P3 ഈക്വൽ ടു P3' ആണ്. സോ P3 ഈക്വൽ ടു P3' ഈക്വൽ ടു 3 ബാർ. ദെൻ ദ ഡിസ്ചാർജ് പ്രഷർ ഓഫ് എയർ ഫ്രം ദ ഓക്സിലറി കംപ്രസർ ഈസ് 4 ബാർ. അപ്പോൾ ഓക്സിലറി ഓർ സെക്കൻഡറി കംപ്രസർ ഉണ്ട്, അതിൻ്റെ എക്സിറ്റ് അതാണ് നമ്മൾ 5' ഓർ 5. ഐഡിയൽ കേസിൽ 5, ആക്ച്വൽ കേസിൽ 5'. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം കൂടി ഓർത്തോണം, കാരണം ഡയഗ്രാം വെച്ച് വേണം ഓരോ പോയിന്റുകളും മാർക്ക് ചെയ്യാൻ. അപ്പോൾ 5 ഓർ 5' പ്രഷർ എന്ന് പറയുന്നത് 4 ബാറാണ്. അപ്പോൾ നമുക്ക് ആംബിയൻറ്റിലെ പ്രഷർ 0.85 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റാമിംഗ് ആക്ഷൻ നടന്നു കഴിഞ്ഞുള്ള പ്രഷർ 1 ബാർ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ കംപ്രസറിൻ്റെ പ്രഷറായ 3 ബാർ, മെയിൻ കംപ്രസറിൻ്റെ സെക്കൻഡറി കംപ്രസർ ഓർ ഓക്സിലറി കംപ്രസറിൻ്റെ പ്രഷർ 4 ബാർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ദ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ഈച്ച് ഓഫ് ദ കംപ്രസർ ഈസ് 80%. ഇപ്പോൾ 2 കംപ്രസറുണ്ട്, മെയിൻ കംപ്രസറും സെക്കൻഡറി കംപ്രസറും. ഇപ്പോൾ 2 കംപ്രസറിൻ്റെയും ഐസെൻട്രോപിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 80% ആണ്. അപ്പോൾ നമുക്ക് ഔദ്യത് മനസ്സിലായി 2 to 3' എന്ന് പറയുന്ന പ്രോസസ്സും 4 to 5' എന്ന് പറയുന്ന പ്രോസസ്സും ആക്ച്വൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. കാരണം 2 കംപ്രസറിൻ്റെയും ഐസെൻട്രോപിക് എഫിഷ്യൻസി തന്നിട്ടുള്ളത് കൊണ്ട് 2 കംപ്രസറിലും നടക്കുന്ന പ്രോസസ്സ് ഐസെൻട്രോപിക് അല്ല, ആക്ച്വൽ പ്രോസസ്സാണെന്ന് ഔദ്യത് മനസ്സിലാകും. ബട്ട് ഇവിടെയും 0.2' ഇല്ല. അപ്പോൾ ഔദ്യത് നമുക്ക് മനസ്സിലായി റാമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡിയലായിട്ട് എടുത്തു. അങ്ങനെ 0.2' ഉണ്ടായിരുന്നുവെങ്കിൽ ക്വസ്റ്റ്യനിൽ റാം എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൂടെ പറയുമായിരുന്നു. ഇനി then while that of turbine is 85%. അപ്പോൾ ടർബൈൻ്റെ ഐസെൻട്രോപിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 85% ആണ്. ഇനി 50% ഓഫ് ദ എൻതാൽപ്പി ഓഫ് എയർ ഡിസ്ചാർജ്ഡ് ഫ്രം ദ മെയിൻ കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ദ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ ഇത്രയാണ് മെയിൻ കംപ്രസറിന് എക്സിറ്റ് വരുന്ന എയറിന് എത്രമാത്രം എൻതാൽപ്പി ഉണ്ടോ അതിൻ്റെ 50% റിമൂവ് ചെയ്യാൻ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് സാധിച്ചു എന്നാണ് പറയുക. ഇനി ആൻഡ് 30% ഓഫ് ദ എൻതാൽപ്പി ഓഫ് എയർ ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഓക്സിലറി കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ദ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ ഇതാണ് ഓക്സിലറി കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ അതിനുശേഷം സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് 30% ഓഫ് ദി എൻതാൽപ്പി, അതായത് 0.5 എന്തുമാത്രം എൻതാൽപ്പി ഉണ്ടോ അതിൻ്റെ 30% കുറയ്ക്കാൻ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് സാധിച്ചു. ഇനി അസ്യൂമിങ് റാമിംഗ് ആക്ഷൻ ടു ബി ഐസെൻട്രോപിക്, ദ റിക്വയർഡ് ക്യാബിൻ പ്രഷർ ഓഫ് 0.9 bar and temperature of air leaving the cabin not more than 20 degrees Celsius. ഔദ്യം നമുക്ക് മനസ്സിലായി
ക്യാബിൻ പ്രഷർ എന്ന് പറയുന്നത് 0.9 ബാർ ആണ്. അതായത് P7 ഈക്വൽ ടു P7 ഡാഷ് ഈക്വൽ ടു P8 ഈസ് ഈക്വൽ ടു 0.9 ബാർ. അതോടൊപ്പം തന്നെ 8ലെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണ്, ഫൈൻഡ് ഔട്ട് ദ പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം. പവർ റിക്വയർഡ് എത്രയാണ്? ദെൻ ദ COP ഓഫ് ദ സിസ്റ്റം. ലാസ്റ്റ് ഡ്രോ ദ സ്കീമാറ്റിക് ആൻഡ് TS ഡയഗ്രാം ഓഫ് ദ സിസ്റ്റം. ടേക്ക് ഗാമ ഈസ് ഈക്വൽ ടു 1.4 ആൻഡ് CP ഈക്വൽ ടു 1 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. നമ്മൾ ആദ്യം TS ഡയഗ്രാം വരച്ചു, പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്തു, പ്രഷറുകളെല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ടെമ്പറേച്ചർ ആകെ തന്നിട്ടുള്ളത് T1ലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദെൻ അഗെയിൻ നമുക്ക് ക്യാബിനിലെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗിവൺ ഡേറ്റ നോക്കാം. Q ഈസ് ഇക്വൽ ടു 10 TR. 10 TR കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്. ദെൻ T1 ഈസ് ഇക്വൽ ടു 20 ഡിഗ്രി സെൽഷ്യസ്. T8 ഈസ് ഇക്വൽ ടു 20 ഡിഗ്രി സെൽഷ്യസ്. T1 20 ആണ്, T8 20 ആണ്. ദെൻ P1 ഈസ് ഇക്വൽ ടു 0.85 ബാർ, P2 ഈക്വൽ ടു 1 ബാർ, P3 ഡാഷ് ഈക്വൽ ടു P3 ഈക്വൽ ടു P4. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഐസോബാറിക് ആണ്. സോ ഈക്വൽ ടു 3 ബാർ. അഗെയിൻ P5 ഡാഷ് ഈക്വൽ ടു P5 ഈസ് ഈക്വൽ ടു P6 ഈസ് ഈക്വൽ ടു 4 ബാർ. സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലെ കൂളിംഗ് പ്രോസസ്സാണ് 5 ഡാഷ് ടു 6. അതുകൊണ്ട് P5 ഡാഷും P5ഉം P6ഉം ഈക്വൽ ആണ്, ഈക്വൽ ടു 4 ബാർ. ദെൻ P7 ഈക്വൽ ടു P7 ഡാഷ് ഈക്വൽ ടു P8 ഈസ് ഈക്വൽ ടു 0.9. 0.9 എന്ന് പറയുന്നത് ക്യാബിൻ പ്രഷറാണ്. ഇനി രണ്ട് കംപ്രസറിൻ്റെയും ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് 0.8. അതുപോലെ ടർബൈൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട് 0.85. CPയും ഗാമയും തന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ റിക്വയർഡ് ആൻഡ് COP. ഇനി ഇക്വേഷൻസ് യൂസ്ഡ്. നമുക്കറിയാം MA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 210Q ഡിവൈഡ് ബൈ CP ഇൻറ്റു T8 മൈനസ് T7 ഡാഷ്. അതുപോലെ തന്നെ പവർ ഈസിക്കൽ ടു MA CP T3 ഡാഷ് മൈനസ് T2 ഡാഷ് ഡിവൈഡ് ബൈ 60. ഇനി T2 ഡാഷിൻ്റെ ആവശ്യമില്ല, നമുക്ക് T2 എന്ന് എഴുതാം. കാരണം പ്രോസസ്സ് എന്ന് പറയുമ്പം റാമിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഐസെൻട്രോപ്പിക്കാണ്. അതുപോലെ COP ഈസിക്കൽ ടു 210Q ഡിവൈഡ് ബൈ P ഇൻറ്റു 60. അപ്പോൾ P നമുക്കിവിടെ തന്നിട്ടുണ്ട്, 60 കൂടെ ക്യാൻസൽ ആകുന്നു. സോ 210Q ഡിവൈഡ് ബൈ MA CP ഇൻറ്റു T3 ഡാഷ് മൈനസ് T2. അതുപോലെ തന്നെ പ്രോസസ് 1 to 2 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം, T2 ബൈ T1 ഈക്വൽ ടു P2 ബൈ P1 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, T1 ബൈ T2 ഈക്വൽ ടു P1 ബൈ P2 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ. ഇവിടെ നമുക്ക് P2വിലെയും P1ലെയും പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, T1ലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് T2 കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതുപോലെ 2 to 3 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് കംപ്രഷൻ, അവിടെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എപ്പോഴും ഓർക്കുക, ഈ ഇക്വേഷൻസ്, ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻസുകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണെങ്കിൽ മാത്രമാണ്. ഒരിക്കലും ഈ ഒരു ഇക്വേഷൻ ആക്ച്വൽ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇക്വേഷനിലൊന്നും ഡാഷ് കാണാത്തത്. ഉദാഹരണം 3 ഡാഷ് അല്ലെങ്കിൽ 5 ഡാഷ് ഒന്നും കാണാത്തത്. അപ്പോൾ എനിവേ 1 to 2 നമ്മൾ പറഞ്ഞു. 2 to 3 എന്ന് പറയുന്ന മെയിൻ കംപ്രഷൻ പ്രോസസ്സിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, T3 ഡിവൈഡ് ബൈ T2 ഈസിക്കൽ ടു P3 by P2 the whole raised to gamma minus 1 by gamma, or T2 divided by T3 is equal to T2 divided by P3 the whole raised to gamma minus 1 by gamma. ഇനി അഗെയിൻ നമുക്കറിയാം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്? 2 to 3 കഴിഞ്ഞു, 3 to 4 ഡാഷ് എന്ന് പറയുന്ന ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂളിംഗ് കഴിഞ്ഞു. ഇനി കംപ്രഷൻ പ്രോസസ്സാണ്, സെക്കൻഡറി കംപ്രസറിലുള്ള കംപ്രഷൻ പ്രോസസ്സ്. അത് 4 to 5 ആണ് ഐസെൻട്രോപ്പിക്. അപ്പോൾ നമുക്ക് 4 to 5 പ്രോസസ്സിൽ ഇങ്ങനെ എഴുതാം, T4 ഡിവൈഡ് ബൈ T5 ഈസിക്കൽ ടു P4 ഡിവൈഡ് ബൈ P5 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ, ഓർ T5 ബൈ T4
is equal to P5 by P4 the whole raised to gamma minus 1 by gamma. ഇനി അഗെയിൻ അടുത്ത എക്സ്പാൻഷൻ പ്രോസസ്സാണ് 6 to 7. അപ്പോൾ അത് ആ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ് 6 to 7 നമുക്കിങ്ങനെ എഴുതാം. T7 divided by T6 is equal to P7 by P6 the whole raised to gamma minus 1 by gamma, or T6 divided by T7 is equal to P6 divided by P7 the whole raised to gamma minus 1 by gamma. ഇനി നമുക്ക് രണ്ട് കംപ്രസറുണ്ട്, ഒരു ടർബൈനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കംപ്രസറിൻ്റെയും ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയും ടർബൈൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയും നമുക്ക് നോക്കണം. എപ്പോഴും കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഐഡിയൽ ബൈ ആക്ച്വൽ ആണ്. ടർബൈൻ്റെ കേസിൽ ആക്ച്വൽ ബൈ ഐഡിയൽ ആണ്. ഓക്കെ, നമുക്ക് ഡയഗ്രത്തിൽ നമുക്കറിയാം 2ഉം 3' നോക്കുവാണെങ്കിൽ T3 മൈനസ് T2 എന്ന് പറയുന്നതാണ് ചെറുത്, T3' മൈനസ് T2 എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് കംപ്രസറിൽ ഫസ്റ്റ് കംപ്രസറിൽ ഐഡിയൽ ഡിവൈഡ് ബൈ ആക്ച്വൽ. ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് കംപ്രസറിലും. അവിടെ T5 മൈനസ് T4 എന്ന് പറയുന്നത് ചെറുതാണ് ആസ് കമ്പയർഡ് ടു T5' മൈനസ് T4. അതുകൊണ്ട് ഐഡിയൽ ബൈ ആക്ച്വൽ. ബട്ട് നമ്മൾ എക്സ്പാൻഡറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടർബൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ T6 മൈനസ് T7' എന്ന് പറയുന്നത് ചെറുതാണ് ആസ് കമ്പയർഡ് ടു T6 മൈനസ് T7. അപ്പോൾ അതുകൊണ്ട് ആക്ച്വൽ ഡിവൈഡ് ബൈ ഐഡിയൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് T3 മൈനസ് T2 ഡിവൈഡ് ബൈ T3' മൈനസ് T2. സെക്കൻഡറി കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് T5 മൈനസ് T4 ഡിവൈഡ് ബൈ T5' മൈനസ് T4. ഇതുപോലെ ടർബൈൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് T6 മൈനസ് T7' ഡിവൈഡ് ബൈ T6 മൈനസ് T7. ഇനി നമ്മൾ നേരത്തെ പറയുന്നതാണ് ഐസോട്രോപ്പിക് എഫിഷ്യൻസി. കംപ്രസറിൻ്റെ കേസിൽ ഐസോട്രോപ്പിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടർബൈൻ്റെ കേസിലാവുമ്പോൾ ആക്ച്വൽ ഡിവൈഡ് ബൈ ഐസോട്രോപ്പിക്. ഇനി നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് എടുക്കുകയാണ് റാമിംഗ് പ്രോസസ്സ് 1 to 2. അപ്പോൾ T2 ഡിവൈഡ് ബൈ T1 ഈസ് ഇക്വൽ ടു P2 ബൈ P1 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. നമുക്കിവിടെ P2 ബൈ P1 അറിയാം, T1 അറിയാം. സോ നമുക്ക് ഔത്ത് നിന്ന് T2 കിട്ടും. T2 306.8 കെൽവിൻ. അതിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയപ്പോൾ 33.8 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമ്മൾ 2 to 3 എന്ന് പറയുന്ന മെയിൻ കംപ്രസറിലുള്ള ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ് എടുക്കുന്നു. നമുക്ക് ഇക്വേഷൻ നോക്കാം. T3 ഡിവൈഡ് ബൈ T2 ഈക്വൽ ടു P3 ബൈ P2 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. നമുക്ക് P3യും P2 അറിയാം, ടെമ്പറേച്ചർ T2 അറിയാം. സോ നമുക്ക് ഔത്തിൽ നിന്ന് ടെമ്പറേച്ചർ T3 കണ്ടുപിടിക്കാം. 420.3 കെൽവിൻ ഈക്വൽ ടു 147.3 ഡിഗ്രി സെൽഷ്യസ്. വാല്യൂസിന് ചെറിയ വേരിയേഷൻ കാണാം ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂസ് ആയതുകൊണ്ട്. എനിവേ ചെയ്യുന്ന രീതി മെത്തേഡ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ദ മെയിൻ കംപ്രസർ നമുക്കറിയാം. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. T3 മൈനസ് T2 ഡിവൈഡ് ബൈ T3' മൈനസ് T2. ഇതിൽ നമുക്കറിയാത്തത് T3' മാത്രമാണ്. സോ T3' വാല്യൂ നമുക്ക് കിട്ടി 448.7 കെൽവിൻ ഈക്വൽ ടു 175.7 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഇനി അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് 50%, അതായത് ആ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻലെറ്റിലുള്ള എയറിൻ്റെ 50% റിമൂവ് ചെയ്യാൻ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് സാധിച്ചു. ഈ എഴുതിയിരിക്കുന്ന പോലെ 50% ഓഫ് ദ എൻതാൽപ്പി ഓഫ് എയർ ഡിസ്ചാർജ്ഡ് ഫ്രം ദ മെയിൻ കംപ്രസർ ഈസ് റിമൂവ്ഡ് ഇൻ ദ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ആ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സിറ്റി വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ, അതായത് T4 എന്ന് പറയുന്നത് 0.5 ഇൻറ്റു T3'. T3' എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ 50% റിഡക്ഷൻ സംഭവിച്ചതുകൊണ്ടാണ് 0.5 നമ്മളിട്ടത്. 0.5 ഇൻറ്റു T3'. T3' നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഔത്തിൽ നിന്ന് T4 കിട്ടി. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഈ T3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം. ഒരിക്കലും നമ്മൾ കെൽവിനിലിട്ടിട്ട് 0.5 ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ ഓരോ ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ 273 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 0.5 എടുക്കാവുന്ന നേരത്ത് 273യുടെ 50% നമ്മൾ എടുക്കുന്നു. അപ്പോൾ എറർ ആകും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ടെമ്പറേച്ചർ എല്ലാം നമ്മൾ കെൽവിനിലേക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയത്. കാരണം ആ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ T4 കിട്ടി. എഗെയിൻ അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റി. അപ്പോൾ T4 നമുക്ക് 87.85 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 360.85 കെൽവിൻ എന്ന് കിട്ടി. സോറി. ദെൻ നമുക്കറിയാം 4 to 5 എന്ന് പറയുന്ന സെക്കൻഡറി കംപ്രഷൻ പ്രോസസ്സ് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. T5 ഡിവൈഡ് ബൈ T4 ഈക്വൽ ടു P5 ഡിവൈഡ് ബൈ P4 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. അതിൽ നമുക്ക് P5ഉം P4ഉം അറിയാം. T4 നമുക്കറിയാം. T4 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ ഔത്തിൽ നിന്ന് T5ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 391.5 കെൽവിൻ അല്ലെങ്കിൽ 118.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ ഓക്സിലറി ഓർ സെക്കൻഡറി കംപ്രസർ നമുക്ക് തന്നിട്ടുണ്ട്. ഈക്വൽ ടു T5 മൈനസ് T4 ഡിവൈഡ് ബൈ T5 മൈനസ് T4. അവിടെ നമുക്ക് ആകെയുള്ള അൺനോൺ പാരാമീറ്റർ എന്ന് പറയുന്നത് T5 ആണ്. ആ T5 നമുക്ക് കിട്ടുന്നു 399.16 കെൽവിൻ ഓർ 126.16 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് T5 കിട്ടി. ഇനി T5 to 6 5 to 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നടക്കുന്ന കൂളിംഗ് പ്രോസസ്സാണ്. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ചെയ്യുന്നത് അതിൻ്റെ ഇല്ലറ്റി വരുന്ന എയർ എത്രയാണോ അതിൻ്റെ എൻതാൽപ്പിയുടെ 30% റിമൂവ് ചെയ്യാൻ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് സാധിച്ചു. എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻലെറ്റിലുള്ളത് 5 എന്ന് പറയുന്ന T5 എന്ന് പറയുന്ന ടെമ്പറേച്ചറുള്ള എയർ ആണ് എങ്കിൽ എക്സിറ്റി വരാൻ നേരത്ത് ആ എയറിൻ്റെ 30% റിമൂവ് ചെയ്തു. മീൻസ് ബാലൻസ് 70% അപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 0.7 ഇൻറ്റു T5 എന്ന് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെയും T5 എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാക്കിയിട്ട് വേണം 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ആ 0.7 കിട്ടാൻ കാരണം 30% മാത്രമേ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ റിമൂവ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ബാക്കി 70% ആ എയറിലുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് T6 88.3 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഔത്തിൽ നിന്ന് നമുക്ക് 361.3 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സായ 6 to 7 പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. T7 ഡിവൈഡ് ബൈ T6 ഈക്വൽ ടു P7 ബൈ P6 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. P7ഉം P6ഉം നമുക്ക് തന്നിട്ടുണ്ട്. T6 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമുക്ക് T7ൻ്റെ വാല്യൂ കിട്ടും 236 കെൽവിൻ അല്ലെങ്കിൽ മൈനസ് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് T7ൻ്റെ വാല്യൂ കിട്ടും. അതായത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണെങ്കിൽ ആ എക്സ്പാൻഡറിൻ്റെ അല്ലെങ്കിൽ ടർബൈൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചറാണ് -37 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ ആക്ച്വൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T7 ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ഈക്വൽ ടു T6 മൈനസ് T7 ഡിവൈഡ് ബൈ T6 മൈനസ് T7. നമുക്ക് ഐസെൻട്രോപിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. T6 അറിയാം, T7 നമുക്കറിയാം. ആകെ അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റർ T7 ആണ്. ആ T7 നമുക്ക് കിട്ടുന്നു 254.8 കെൽവിൻ അല്ലെങ്കിൽ -18.2 ഡിഗ്രി സെൽഷ്യസ് എന്ന് T7 കിട്ടുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ പോയിന്റുകളുടെയും ടെമ്പറേച്ചറും പ്രഷറും എല്ലാം കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? പവർ റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം. നമുക്കതിന് ആദ്യം മാസ് കണ്ടുപിടിക്കാം. MA ഈക്വൽ ടു 210Q ഡിവൈഡ് ബൈ CP ഇൻറ്റു T8 മൈനസ് T7 Q നമുക്കറിയാം 10 ആണ്.
T8ഉം T7 നമുക്ക് T7 നമ്മൾ കണ്ടുപിടിച്ചു, T8 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. 55 കിലോഗ്രാം പെർ മിനിറ്റ് എന്ന് നമ്മൾ മാസ് കണ്ടുപിടിച്ചു. ദെൻ പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, MA ഇൻറ്റു CP ഇൻറ്റു T3 - T2 ഡിവൈഡ് ബൈ 60. അതിൽ നമുക്കിപ്പോൾ MA കിട്ടി, CP തന്നിട്ടുണ്ട്, T3 നമ്മൾ കണ്ടുപിടിച്ചു, T2 നമ്മൾ കണ്ടുപിടിച്ചു. പൗത്തിൽ നിന്ന് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. 130 കിലോ വാട്ട് എന്ന് കിട്ടി. ഇനി അടുത്തത് ഈ സിസ്റ്റത്തിൻ്റെ COP ആണ്. COP എന്ന് പറഞ്ഞാൽ 210Q ഡിവൈഡ് ബൈ MA ഇൻറ്റു CP ഇൻറ്റു T3 - T2. അതിൽ Q തന്നിട്ടുണ്ട്, MA നമ്മൾ കണ്ടുപിടിച്ചു, T3 നമ്മൾ കണ്ടുപിടിച്ചു, T2 നമ്മൾ കണ്ടുപിടിച്ചു. സോ COP നമുക്ക് 0.27 എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, 0.27. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെഡ്യൂസ്ഡ് ആംബിയൻ്റ് എയർ കൂളിംഗ് സിസ്റ്റം പഠിക്കും. താങ്ക് യു.